അപ്പം നമ്മളെ ചൂടുകാലം കഴിഞ്ഞു, ഇപ്പം മഴക്കാലം വന്നിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ പലവിധ പകർച്ചവ്യാധികൾ, എസ്പെഷ്യലി നമ്മൾ വൈറൽ ഇൻഫെക്ഷൻസും ബാക്ടീരിയൽ ഇൻഫെക്ഷൻസും വളരെയധികം കൂടി വന്നിരിക്കുകയാണ്. അപ്പൊ അത് എല്ലാ വർഷവും നമ്മൾ ഈ സമയം ഏകദേശം ജൂൺ മാസം അല്ലെങ്കിൽ ജൂലൈ മാസം എല്ലാം വളരെ കൂടുതലായിട്ട് കാണാറുണ്ട്. ഇത്തവണ അതുപോലെ ഒത്തിരി കൂടിയിട്ടുണ്ട്. അതും കഴിഞ്ഞ വർഷത്തെക്കാളും കുറച്ചുകൂടെ റിപ്പോർട്ടിംഗ് അധികമായിരിക്കുകയാണ്. അപ്പൊ അതിൽ കോമൺ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഏത് തരം അസുഖങ്ങളാണ് ഇപ്പോൾ കോമൺ ആയിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ പെടുന്നതാണ് നമ്മൾ കോമൺ ആയിട്ടുള്ള വൈറൽ ഇൻഫെക്ഷൻ. അതാണ് കൂടുതലായിട്ട് കാണുന്നത്. ചെറിയുള്ള പനി, അതുപോലെ ശരീരവേദന, ചെറിയ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ, തൊണ്ടവേദന, ജലദോഷം. അപ്പൊ ഇതെല്ലാം വലിയ കാര്യമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതല്ല. അത് സാധാരണ രീതിയിൽ 3 തൊട്ട് 5 ദിവസം ആകുമ്പോഴത്തേക്കും സാധാരണ അത് കൺട്രോൾ ആയി പോകും. അത് ചിലപ്പം ഒരാഴ്ച വരെ നീണ്ടു നിൽക്കാം. പക്ഷെ അതേസമയം കുറച്ച് സീരിയസ് ആയിട്ടുള്ള രോഗാവസ്ഥ കൂടെ ഉണ്ട്. അതിൽ പെടുന്നതാണ് നമ്മൾ ഡെങ്കിപ്പനി, എലിപ്പനി, അതുപോലെ മഞ്ഞപ്പിത്തം. ഇപ്പൊ നമ്മൾ കുറെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഷിഗല്ല ഇൻഫെക്ഷൻ, അതുപോലെ നിപ്പ വൈറൽ ഇൻഫെക്ഷൻ ഇപ്പൊ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനത്തെ രീതിയിലുള്ള രോഗാവസ്ഥകളൂടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അത് എസ്പെഷ്യലി ഈ രോഗലക്ഷണത്തിന്റെ എല്ലാം തുടക്കത്തിൽ മിക്കവാറും എല്ലാം പനിയും ശരീരവേദനയും തന്നെയാണ്. പക്ഷെ ഇതെങ്ങനെ വേർതിരിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ പൊതുവേ ഡെങ്കിപ്പനിക്ക് വരുമ്പോഴേക്കും അസഹനീയമായ വേദന, ശരീരവേദന, അതോടൊപ്പം നമുക്ക് റിട്രോ ഓർബിറ്റ്, നമ്മൾ കണ്ണിന്റെ മോൾ ഭാഗത്തൊക്കെ നല്ല വേദനയും ഇങ്ങനെയൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് പ്രസന്റ് ചെയ്യുന്നത്. കടുത്ത പനിയും അതേപോലെ. അപ്പൊ അങ്ങനെ വരുന്ന വ്യക്തികളിൽ നമ്മൾ കൂടുതലും ആ ഫസ്റ്റ് ഡേ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് പലതും അറിയാൻ പറ്റണമെന്നില്ല. ടെസ്റ്റ് റിപ്പോർട്ട്സ് അത് യൂഷ്വലി ഒരു 3 ദിവസം കഴിയുമ്പോഴേക്കും ബ്ലഡ് നോക്കുമ്പോഴേക്കും നമുക്ക് ചിലപ്പോൾ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറഞ്ഞു വരാം. അപ്പൊ അതൊക്കെ കുറച്ച് ഡേഞ്ചറസ് ആണ്. അതും ചെറിയ ചെറിയ കുറവുകളൊക്കെ സാധാരണ മെഡിക്കേഷൻസ് മതിയാവും. അതേസമയം കുറച്ച് ഒത്തിരി നമ്മൾ പ്രതീക്ഷിക്കണം കൂടുതൽ കുറയുകയും ബ്ലീഡിങ് എന്ന് പറഞ്ഞ രക്തസ്രാവം ഉണ്ടാകാനുള്ള സാധ്യതയുള്ള ലക്ഷണങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം പ്ലേറ്റ്ലെറ്റ് അടക്കേണ്ടിയും അങ്ങനെ ICU അഡ്മിഷൻസ് അങ്ങനത്തെയൊക്കെ വേണ്ടി വന്നേക്കാം. അതോടൊപ്പം ബ്ലഡിൽ ചിലപ്പം ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിൽ ഓൾട്ടറേഷൻസ് ഉണ്ടാകാം. ഇതൊക്കെ ഡെങ്കിനുണ്ടാകും. അതേപോലെ തന്നെ നമുക്ക് എലിപ്പനിക്കും വരാം. എലിപ്പനി നമുക്ക് വാക്കിൽ തന്നെ ഉണ്ട്. എലിയിൽ നിന്ന് പകരുന്ന പകർച്ചവ്യാധിയാണ്. അത് എസ്പെഷ്യലി എലിയുടെ മലമൂത്രം എന്തെങ്കിലും കണ്ടാമിനേഷൻ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് എസ്പെഷ്യലി നമ്മൾ ഈ വെള്ളം ഒലിച്ചു വരുമ്പോഴത്തേക്ക് നമ്മൾ നടന്നു പോകുമ്പോൾ കാലിലും എല്ലാം ചെറിയ മുറിവുണ്ടെങ്കിലോ, അല്ലെങ്കിൽ നമ്മൾ ഗാർഡനിങ് ചെയ്യുമ്പോൾ കയ്യിലും എല്ലാം ചെറിയ മുറിവുണ്ടാകുമ്പോൾ ഇപ്പൊ ഇതൊക്കെ നമ്മളോട്ട് പകരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതും എലിപ്പനിക്കും ഇതുപോലെ തന്നെ ശരീരവേദന, മസിൽ പെയിൻ, നമ്മുടെ പേശികളിൽ നല്ല വേദനയും, അതുപോലെ പനി, കടുത്ത പനിയും, പിന്നെ ലിവർ ഫംഗ്ഷൻ നോക്കുമ്പോഴേ അതിൽ ഒത്തിരി ഓൾട്ടറേഷൻസ് എന്ന് പറഞ്ഞാൽ SUT PT ലെവലൊക്കെ കുറച്ച് കൂടുകയും അങ്ങനെ കോംപ്ലിക്കേഷൻസ് വരാൻ സാധ്യത കൂടുതലുള്ള രോഗമാണ് എലിപ്പനി. അതുപോലെ നമുക്ക് അടുത്ത് വരുന്ന കുറച്ച് ഡിസീസ് ആണ് നമ്മുടെ ഈ ടൈഫോയിഡ്, അതുപോലെ മഞ്ഞപ്പിത്തം, ഈ പറയുന്ന ഷിഗല്ല ഇൻഫെക്ഷൻ. നമ്മളെല്ലാവരും ഷിഗല്ലയെ കുറിച്ച് ഇപ്പോൾ വളരെയധികം മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന വിഷയമാണ്. അപ്പൊ ഇതെല്ലാം ഫീക്കോ ഓറൽ ട്രാൻസ്മിഷൻ ആണ് കൂടുതലായിട്ട് വരുന്നത്. ഇപ്പൊ മഞ്ഞപ്പിത്തവും ഷിഗല്ലയും നോക്കിക്കഴിഞ്ഞാൽ ട്രാൻസ്മിഷൻ ഒക്കെ സെയിം ആണ്. എന്ന് പറഞ്ഞാൽ മലമൂത്ര വിസർജനം പ്രോപ്പറായിട്ട് സാനിറ്റേഷൻ ഇല്ലാതെയോ, അല്ലെങ്കിൽ ഈ മലമൂത്ര വിസർജനം ചെയ്ത് കഴുകിയതിന് ശേഷം പ്രോപ്പറായിട്ട് കൈ കഴുകാത്ത ആൾക്കാർ ഇപ്പോഴും ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തുണ്ട്. കൃത്യമായി സോപ്പിട്ട് കഴുകാതെയും, അതുപോലെ ആഹാരം കഴിക്കുമ്പോൾ പ്രോപ്പറായിട്ടുള്ള ക്ലീനിങ് ഇല്ലാതെ, എന്ന് പറഞ്ഞാൽ ചൂടാക്കി നല്ല രീതിയിൽ വേവിച്ച ആഹാരം അല്ലാതെ ഇത് ഫുഡ് ഹാൻഡിൽ ചെയ്യുന്നവരും, അതുപോലെ നമ്മൾ കൃത്യമായ രീതിയിൽ തുറന്നു വെച്ചുള്ള ആഹാരം കഴിച്ചാലും ഇതേ പ്രശ്നം ഉണ്ടാകും. കാരണം ഈച്ചയോ എന്തെങ്കിലും പറഞ്ഞ് ഈ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ നിന്ന് വന്നിരുന്നു കഴിഞ്ഞാൽ അത് ഇൻഫെക്ഷൻ പകരാന്ന്. അപ്പൊ ഇതെല്ലാം ഇങ്ങനത്തെ ഫീക്കോ ഓറൽ ട്രാൻസ്മിഷൻ ഡിസീസസ് ലൈക്ക് ഈ പറഞ്ഞ പോലെ മഞ്ഞപ്പിത്തവും ഷിഗല്ലയ്ക്കും എല്ലാം ഉണ്ടാകുന്നതാണ്. അപ്പൊ ഇതെല്ലാം മഞ്ഞപ്പിത്തം നമുക്കറിയാം, മൂത്രം നല്ല മഞ്ഞ നിറത്തിൽ പോവുകയും വോമിറ്റിംഗ്, ഛർദിൽ ഇങ്ങനത്തെ രീതിയിലൊക്കെ ആയിരിക്കും പ്രസന്റ് ചെയ്യുന്നത്. പക്ഷെ ഷിഗല്ല ഇൻഫെക്ഷൻ നമ്മൾ ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ പനിയും, ഛർദില്, അതുപോലെ ചെറിയതുകൊണ്ടതിന് വയറിളക്കം ഉണ്ടാകാം. പിന്നെ അതിലെ ടെനിസ്മസ് എന്ന് പറയും, ഇപ്പം മോഷൻ പാസ് ചെയ്തതിനു ശേഷം വീണ്ടും പോകണമെന്നുള്ളൊരു ടെൻഡൻസി നമുക്കറിയാം. എല്ലാ വർഷത്തെയും പോലെ തന്നെ ഒരുപാട് വൈറൽ ഇൻഫെക്ഷൻസും ബാക്ടീരിയൽ ഇൻഫെക്ഷൻസും ദിനം പ്രതി നമ്മൾ ആശുപത്രിയിലെല്ലാം വളരെയധികം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിൽ ഒരു പരിധിവരെ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ചെയ്യേണ്ടത്. എന്നാലും ഓരോ വർഷം കഴിയുമ്പോഴും വീണ്ടും മറന്നു പോകുന്നു. അത് ഓർമ്മപ്പെടുത്തുകയാണ് വളരെ ഇമ്പോർട്ടന്റ്.